രോഹിത്തിനെയും കൂട്ടി ശരണ്യയുടെ വീട്ടിലോട്ട് പോകുന്ന കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രനും അലീനയും. പക്ഷെ ബാലചന്ദ്രന് ആശങ്കയുണ്ട്. കാരണം ആ നാട്ടിലുള്ള നാട്ടുകാരെങ്ങാനും അവനെ കണ്ട് തിരിച്ചറിഞ്ഞാൽ അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചെവി പൊട്ടുന്ന വഴക്ക് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്തേക്കാം. അതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കിക്കൂടെ മോളെ എന്നാണ് അലീനയോട് ബാലചന്ദ്രൻ ചോദിക്കുന്നത്. പക്ഷെ അലീന വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അലീന പറയുന്നത്, അച്ഛാ, ഞാൻ ഒരുപാട് തവണ അവിടെ പോയിട്ടുള്ളതല്ലേ. ആ നാട്ടുകാരെല്ലാം എന്നോട് നന്നായി സംസാരിക്കുകയും പെരുമാറുകയുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോയാലും രോഹിത്തിന് ആ വീടുമായൊരു ബന്ധമുണ്ടാകുന്നത് നല്ലതല്ലേ. അതിനും കൂടിയാണ് ഞാൻ അവനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ശരണ്യയെ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ പ്രോമിസ് നൽകിയിട്ടുണ്ട്. അത് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നതല്ലേ. ആ, അതൊക്കെ നീ പറഞ്ഞിരുന്നത് തന്നെയാണ്. അതും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നീ ഈ വീട് വിട്ടു പോകുന്ന കാര്യം കുറേ തവണയായി ഇവിടെ സംസാരിക്കുന്നു. അതെന്താണ് അതിൻ്റെ തീരുമാനം? എന്തായാലും നിങ്ങൾ പോയിട്ട് വായോ. വന്നതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. ഇതും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ മുകളിലോട്ട് സ്റ്റെപ്പുകൾ കയറി പോവുകയാണ്. പിന്നീട് രോഹിത്തും അലീനയും കൂടി ശരണ്യയുടെ വീട്ടിലോട്ട് വരികയാണ്. ഒരു ഓട്ടോയിലാണ് അവർ വരുന്നത്. ഓട്ടോയുടെ പൈസ കൊടുക്കുന്ന സമയത്താണ് ശരണ്യയുടെ അച്ഛൻ ഇവർ വരുന്നത് കാണുന്നത്. അദ്ദേഹത്തിന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവരെന്തിനാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നുള്ള ആശങ്കയിലാണ് ശരണ്യയുടെ അച്ഛൻ. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മയും അങ്ങോട്ട് വരും. ശരണ്യയുടെ അമ്മ വളരെ സന്തോഷത്തിലാണ് അവരെ സ്വീകരിക്കുന്നത്. വരൂ മക്കളെ, ഇങ്ങോട്ട് വരൂ, അകത്തോട്ട് വരൂ. ശരണ്യ പറഞ്ഞിരുന്നു ചിലപ്പോഴെങ്ങാനും ചേച്ചി വരുമെന്ന്. അകത്തോട്ട് കയറി വാ എന്ന് പറഞ്ഞ് അവരെ സന്തോഷത്തിൽ വീട്ടിലിട്ട് സ്വീകരിക്കും. അലീനയെ കണ്ട സന്തോഷത്തിൽ ശരണ്യ ഓടി വരും. ശരണ്യയുടെ ചേട്ടനും അനിയനും എല്ലാവരും ആ വീട്ടിൽ അപ്പോഴുണ്ട്. അപ്പോൾ അലീന എല്ലാവരെയും രോഹിത്തിനെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കും. ഇത് ഗോപു, ശരണ്യയുടെ ചേട്ടൻ. ഇതാണ് ശരണ്യയുടെ അനിയൻ. ഇത് അമ്മ, അച്ഛൻ എന്ന് പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അലീന. അതിനുശേഷം രോഹിത്ത് ആ വീടൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കും. അപ്പോൾ രോഹിത്തിന് കുറ്റബോധവും വിഷമവും ഒക്കെയാണ് വരുന്നത്. രോഹിത്ത് പറയും, ഞാൻ നിങ്ങളോട് മാത്രമല്ല, ശരണ്യയോട് മാത്രമല്ല, ഈ കുടുംബത്തിനോടും വലിയ തെറ്റാണ് ചെയ്തത്. ഞാൻ അവരുടെ കൂട്ടത്തിൽ പോയ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. പിന്നെ ഞാൻ അവരുടെ കൂട്ടത്തിൽ പോകാൻ പാടില്ലായിരുന്നു. എൻ്റെ കയ്യിൽ നിന്നും പറ്റിയ ഒരു തെറ്റാണിത്. അത് തിരുത്താൻ പറ്റുന്നതല്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ശരണ്യയുടെ കൈ പിടിക്കുകയാണ് രോഹിത്. അതിനുശേഷം കണ്ണീരോടെ പറയുകയാണ്, ശരണ്യ, നീ എന്നോട് ക്ഷമിക്കണം. നീ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും എന്നോട് ക്ഷമിക്കണം. തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ശരണ്യയും കണ്ണുനീര് നിറഞ്ഞിട്ടാണ് ശരണ്യയും നിൽക്കുന്നത്. എന്നിട്ട് ശരണ്യയും സമാധാനിപ്പിക്കുകയാണ് രോഹിത്തിനെ. അത് കണ്ടതോടു കൂടി അലീനയ്ക്കും ഒരു സമാധാനം. അലീന പറയും, സമാധാനമായില്ലേടാ നിനക്ക്? നിൻ്റെ മനസ്സിലുള്ള ദുഃഖമെല്ലാം ഇപ്പോൾ ഒന്ന് ഒലിച്ചു പോയില്ലേ? ഇതിനു വേണ്ടി കൂടിയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയുകയാണ് അലീന. അപ്പോൾ രോഹിത്തിനും മനസ്സുകൊണ്ട് ഒരു സമാധാനം വരികയാണ്. അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മുടെ ശരണ്യ പറയുന്നത്, ചേച്ചി, നമുക്ക് മതി, ഇനി നമുക്ക് എൻ്റെ റൂമിൽ പോയിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് അലീനയും കൊണ്ട് ശരണ്യയുടെ മുറിയിലോട്ട് പോകാൻ നോക്കുകയാണ്. ഇതേ സമയം രോഹിത്തിനോട് ബാക്കിയുള്ളവർ പറയും, മോനിങ്ങനെ വന്ന കാലിൽ നിൽക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞ് രോഹിത്തിനൊരു കസേര കാണിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ പോയിട്ട് രോഹിത്ത് ഇരിക്കുകയാണ്. ഇരുന്നതിന് ശേഷം രോഹിത്ത് ഇങ്ങനെ വീടിന് ചുറ്റും കണ്ണോടിച്ച് നോക്കും. അതായത് ഒരു സാധാരണ വീടാണ്, പാവപ്പെട്ടവരുടെ വീട്. അപ്പോൾ ഈ വീട്ടിലുള്ള ഒരു കുട്ടിക്കാണല്ലോ ഇങ്ങനൊരവസ്ഥ വന്നത് എന്നാലോചിച്ചും രോഹിത്തിന് വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശരണ്യയുടെ മുറിയിലിരുന്ന് സംസാരിക്കുന്ന അലീനയെയും ശരണ്യയാണ്. ശരണ്യ പറയുകയാണ്, ചേച്ചി, എനിക്ക് ചേച്ചിയോടുള്ള സ്നേഹം കൂടി കൂടി വരിക. എന്താ ചേച്ചി സ്നേഹം ഒട്ടും കുറയാത്തേ എന്ന് ചോദിക്കുകയാണ് ശരണ്യ. അപ്പോൾ അത് കേൾക്കുന്ന അലീന പറയും, അതോ, നിന്നെ ഞാൻ ഉപദ്രവിക്കാത്തത് കൊണ്ടാണ് നിനക്ക് എന്നോട് സ്നേഹം. നിന്നെ ഞാൻ മാന്തുമടി എന്ന് പറയുകയാണ്. മാന്തിക്കോ, ചേച്ചി മാന്തുന്നത് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്.
അതിനുശേഷം അലീന ചോദിക്കുകയാണ് ആ ശരണ്യയുടെ അടുത്ത്, അല്ല എന്തായി നിൻ്റെ പഠിത്തമൊക്കെ, നീ നോട്ട്സൊക്കെ വാങ്ങിച്ചോ സ്കൂളിൽ നിന്ന്? ആ ചേച്ചി, നോട്ട്സൊക്കെ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു, ടീച്ചർമാർ അറ്റൻഡൻസൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ നന്നായി പഠിക്കുന്നുണ്ട്, എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് വന്നു, പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു കോൺഫിഡൻസ് വന്നു, ഇനി നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം. ആ, നീ നന്നായി തന്നെ പരീക്ഷ എഴുതണം, നിന്നെക്കൊണ്ട് എല്ലാം പറ്റും എന്ന് നീ തെളിയിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണോ അതിന് നിനക്ക് പഠിക്കാം, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം കേട്ടോ എന്ന് പറയുകയാണ്. ഇതേ സമയം രോഹിത്ത് ശരണ്യയുടെ അനിയനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരണ്യയുടെ അനിയനാണെച്ചെങ്കിൽ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ്. അപ്പോൾ ടൂർണമെൻറ്റിനെ കുറിച്ചും ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സംസാരം കേട്ട് ശരണ്യയുടെ അച്ഛൻ വരികയാണ്. ആ മക്കളെ, നിങ്ങൾ എന്താണ് ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓ, അത് വേറൊന്നുമല്ല, ഞങ്ങൾ ക്രിക്കറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ, ക്രിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവന് നന്നായിട്ട് അറിയാം, ഇവൻ നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാണ് എന്ന് പറയുകയാണ് ശരണ്യയുടെ അച്ഛൻ. അപ്പോഴേക്കും നമ്മുടെ അലീനയും ശരണ്യൊക്കെ കൂടി ആ ഹാളിലോട്ട് വരികയാണ്. അപ്പോൾ ശരണ്യയുടെ അമ്മ ചായയും എന്തൊക്കെയോ പലഹാരങ്ങളൊക്കെ പാത്രത്തിലാക്കി കൊണ്ടുവരും. അപ്പോൾ അലീന പറയും, ആ, ഇത് വാങ്ങാനായിരുന്നല്ലേ പുറത്തേക്ക് ഓടിപ്പോയിരുന്നത്, ഞാൻ കണ്ടായിരുന്നു എന്ന്. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്, ഞാൻ പാലയിൽ നിന്ന് പോവുകയാണ്, അവിടുത്തെ വയസ്സായൊരു മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും വന്നത്. പക്ഷെ ഇപ്പം എൻ്റെ ജോലി കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോവുകയാണ്. ഞാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ശരണ്യയുടെ വിദ്യാഭ്യാസത്തിനൊന്നും ഒരു പ്രശ്നവും വരില്ല. അവൾക്ക് വേണ്ടത് എന്താണോ, അവൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണോ അത് അവൾക്ക് പഠിക്കാം, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊള്ളുന്നുണ്ട്. അതും കൂടി പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് കേട്ടതോടുകൂടി അവിടെയുള്ള എല്ലാവരുടെയും മുഖത്തിൽ സങ്കടം വരും. ശരണ്യ രോഹിത്തിനോടായി ചോദിക്കും, ചേട്ടാ, ചേച്ചിയെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണോ എന്ന്. ഞങ്ങളാരും നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നതല്ല ശരണ്യെ, ചേച്ചിക്ക് പോകണമെന്നാണ് പറയുന്നത്. ചേച്ചിക്ക് ചേച്ചിയുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതിനു വേണ്ടി ചേച്ചി ഇവിടെ നിന്ന് പോവുകയാണെന്നാണ് പറയുന്നത് എന്ന്. ഇത് കേട്ടതോടുകൂടി ബാക്കി എല്ലാവർക്കും ഉറപ്പായി അലീന എന്തായാലും ആ വീട് വിട്ടു പോകുമെന്ന്. എല്ലാവരും വളരെ വിഷമത്തിൽ നിൽക്കുമ്പോൾ അലീന തന്നെ അവരെ ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം രോഹിത്തും അലീനയും വീട്ടിലോട്ട് തിരിച്ചു പോരും. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമോള് ഉമ്മറത്തിണ്ണയിലിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇവരെ കണ്ടിട്ടും കൃഷ്ണ കണ്ട ഭാവമൊന്നും നടിക്കുന്നില്ല. അപ്പോൾ അലീനയ്ക്ക് എന്തൊരു പന്തികേട് തോന്നും. അലീന വന്നിട്ട് ചോദിക്കും, എന്താ കൃഷ്ണമോളെ നീ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തു പറ്റിയെന്ന്. പക്ഷെ അപ്പോഴും കൃഷ്ണ തിരിഞ്ഞു നോക്കുന്നൊന്നുമില്ല. അലീന ചോദിക്കുക, എന്താടി കള്ളത്തി, കാര്യം പറ, നീ എന്തിനാണ് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത്? ചേച്ചി എവിടേക്കെങ്കിലും പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടല്ലേ പോവാറ്, ഇന്നെന്താ പറയാതെ പോയത്? അതിൻ്റെ പരിഭവത്തിലാണ് കൃഷ്ണ. ആ, അതൊന്നും സാരമില്ല, ഞാൻ ഇപ്പം എന്തായാലും വന്നില്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.